ഹലോ ഗൈസ്, കുറച്ച് നാളായിട്ട് ഇവളുടെ പേര് ഭയങ്കര ഫേമസ് ആണ്. ആരാണ് അവൾ? അവളാണ് റോസ്മേരി. അപ്പം ഞാൻ ആ റോസ്മേരിയുടെ ചെടി അങ്ങോട്ട് വാങ്ങിച്ചു. അതാണ് ഇത് നിങ്ങൾ കാണുന്ന ചെടി. ചെടിയൊന്ന് വളരാൻ വേണ്ടി ഞാൻ കാത്തിരിക്കുകയായിരുന്നു. അതൊന്ന് ഒരു 5 തണ്ട് വലിച്ചെടുക്കാൻ വേണ്ടിയിട്ട്. അങ്ങനെ ഞാനൊരു 5-6 തണ്ട് വലിച്ചെടുത്തിട്ടുണ്ട്. 1 സ്പൂൺ ഉലുവയും 4-5 ഗ്രാമ്പൂവും ഒരു 5 ഗ്ലാസ് വെള്ളത്തിൽ തിളപ്പിക്കാൻ വെച്ചു. നമ്മൾ എത്ര തണ്ട് റോസ്മേരി എടുക്കുന്നു അത്രയും ഗ്ലാസ് വെള്ളം എടുക്കണം കേട്ടോ. അപ്പോൾ ഒരു റോസ്മേരിൻ്റെ തണ്ടിന് 1 ഗ്ലാസ് വെള്ളം എന്നാണ് കണക്ക്. അപ്പോൾ ഈ വെള്ളം നല്ലപോലെ തിളയ്ക്കാൻ വേണ്ടി അനുവദിക്കുക. ഇതിൽ ഉലുവയും ഗ്രാമ്പൂവും റോസ്മേരിയും കൂടെ നല്ലപോലെ തിളച്ച് അതിലെ സത്തുകളെല്ലാം ആ വെള്ളത്തിലേക്ക് വരാൻ വേണ്ടി കാത്തിരിക്കുക. നല്ലപോലെ തിളച്ചതിന് ശേഷം ഒരു പാത്രം മൂടി വയ്ക്കുക. കുറേ നേരം കഴിഞ്ഞ് തുറന്ന് നോക്കിയാൽ നമുക്കിത് ഇതുപോലെ പിങ്ക് കളറിലുള്ള ഒരു വെള്ളമാണ് കേട്ടോ കിട്ടുക. കുറേ നേരം കഴിഞ്ഞിട്ട് ഇത് തുറക്കുമ്പോൾ അതിനൊരു പ്രത്യേക മണം ഉണ്ടായിരുന്നു ഗൈസ്. അപ്പോൾ ഇത് നമുക്ക് ആഫ്റ്റർ ബാത്ത് വേണമെങ്കിൽ ഉപയോഗിക്കാം, ബിഫോർ ബാത്ത് വേണമെങ്കിൽ ഉപയോഗിക്കാം. ഇത് വെള്ളം ആയതുകൊണ്ട് തന്നെ പ്രത്യേകിച്ച് ഒട്ടലോ പിടിക്കലോ അങ്ങനെയൊന്നും ഉണ്ടാവില്ല. അപ്പോൾ മുടി കൊഴിച്ചിലുള്ളവർക്കും പിന്നെ പുതിയ മുടി വളരാനും ഈ റോസ്മേരി നല്ലപോലെ ഹെൽപ്പ് ചെയ്യും. അപ്പോൾ ഇത് എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. ഇതിൻ്റെ ഡ്രൈ ആയിട്ടുള്ള ഇലകൾ നമുക്ക് ആമസോണിലും ഫ്ലിപ്കാർട്ടിലൊക്കെ വാങ്ങിക്കാൻ കിട്ടും. അപ്പോൾ ഡെയിലി ഇത് ഉപയോഗിക്കുമ്പോൾ നല്ല റിസൾട്ട് ഉണ്ടാകും. അപ്പോൾ താങ്ക്